തമിഴ്നാട് നിയമസഭയിൽ വീണ്ടും വഴിത്തിരിവ്. 3 അണ്ണാ DMK MLA-മാർ നിയമസഭാ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു. നിയമസഭാംഗങ്ങളായ മരകതം കുമാരവേൽ, സത്യഭാമ, ജയകുമാർ എന്നിവരാണ് MLA സ്ഥാനം രാജിവെച്ചത്. മൂവരും ഉപതെരഞ്ഞെടുപ്പിൽ TVK പാർട്ടിക്കായി മത്സരിച്ചേക്കും. സമൂർ നൈസാൻ വിശദാംശങ്ങളുമായി. സമൂർ, നേരത്തെ തന്നെ അണ്ണാ DMK ക്യാമ്പിലെ നിരവധി MLA-മാരെ നോട്ടമിട്ട് വെക്കുകയും ഒരു ഓപ്പറേഷൻ വിജയ് നടത്തുകയും ചെയ്തതാണ്. ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണോ ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്? എങ്ങനെ കാണാം ഈ നാടകീയ നീക്കങ്ങളെ? സൈഫുദ്ദീൻ, തമിഴ്നാട്ടിൽ നിന്നും വരുന്നത് ടിസ്റ്റോട് ടിസ്റ്റിൽ വാർത്തകളാണ് വരുന്നത്. സൈഫു സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ TVK നേതാക്കൾ ADMK MLA-മാരുമായിട്ട് ഒരു നീക്കുപോക്കിന് ശ്രമിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. 3 പ്രബലമായ ADMK MLA-മാർ ഇന്ന് സ്പീക്കർക്ക് രാജി സമർപ്പിച്ചിരിക്കുന്നു. K മരതകം, D ജയകുമാർ, V സത്യഭാമ എന്നീ 3 MLA-മാരാണ് ഇന്ന് സ്പീക്കറെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചത്. ഈ 3 MLA-മാരും 6 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ TVK നേതാക്കളുമായിട്ട് ഈ 3 പേര് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ വിജയ് അവിടുന്ന് മാറി നിൽക്കുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരും. അതിനോടൊപ്പം ഈ 3 മണ്ഡലങ്ങളിൽ കൂടി വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെയാണെങ്കിൽ ADMK-യുടെ ഇപ്പോൾ രാജിവെച്ച MLA-മാർ TVK-ക്ക് വേണ്ടി TVK-യുടെ സീറ്റിൽ അവിടെ മത്സരിച്ച് മന്ത്രിസഭയിലേക്ക് വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് വിശ്വാസ വോട്ടെടുപ്പ് നടന്നത് തമിഴ്നാട് നിയമസഭയിൽ. അതിൽ 25ഓളം ADMK-യുടെ MLA-മാർ TVK-ക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ആ 25 അംഗങ്ങളിൽപ്പെട്ട 3 പേരാണ് ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു നിർണായകമായിട്ടുള്ളൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ TVK-ക്ക് അനുകൂലമായി നടപടിയെടുത്ത 5 MLA-മാർ കഴിഞ്ഞ ദിവസം തിരിച്ച് പളനിസ്വാമിയുടെ AIADMK-യുടെ മാതൃസംഘടനയിലേക്ക് തന്നെ പോയ വിവരവും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിമതപക്ഷത്ത് നിലവിൽ 17 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ 3 പേര് രാജിവെച്ച സ്ഥിതിക്ക് വിമതപക്ഷത്ത് 17 പേരാണുള്ളത്. സൈഫുദ്ദീൻ. സമൂർ നൈസാനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു.